Dot val depends on ഏതാ? Depends on the child node. Here digit dot lex val. digit dot lex val. Then this f again et depends on f ആണ്. Here also digit dot lex val which depends on ഇത്. ഇത് രണ്ട് ഇപ്പോഴത്തെ ഡിപെൻഡന്റ് ആണ്. Then again here also digit dot lex val. Again this is dependent on these two cases. Okay, so it is easy to construct a dependency graph for synthesized attribute. Okay, so in order to construct എന്താണ് ഡിപ്പെൻഡൻസി ഗ്രാഫ് ഫോർ എൽ അട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ എന്താണ് ഇൻഹെറിറ്റഡ് അട്രിബ്യൂട്ട് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. റീസൺ വി നീഡ് ടു നോ ദി ഓർഡർ ഓഫ് ഇവാലുവേഷൻ. ഏത് ഓർഡറിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ദി ഡിപ്പെൻഡൻസി ഗ്രാഫ്. ഓക്കെ, സോ നൗ കൺസ്ട്രക്ട് ദി ഡിപ്പെൻഡൻസി ഗ്രാഫ് ഫോർ float a, b, c. ഇത് വായിച്ചോട്ടെ. Have you taken of this? ജോസ്വിൻ വായിച്ചിട്ടുണ്ടോ? Now draw the dependency graph for the declaration statement float a, b, c. E derives T L L comma ID. Again this L is again divided L comma normal pass tree ആണ് L comma ID. This is again ID. Okay. Okay. Now here എങ്ങനെയാണ് ഡിപ്പെൻഡൻസി വരയ്ക്കുക? ദിസ് ഇതിന്റെ ശ്രദ്ധിക്കണം കേട്ടോ, എങ്ങനെയാ ഡിപ്പെൻഡൻസി വരയ്ക്കുക? മുബിൻ how to draw the dependency? രാവിലെ എല്ലാവരും വെറുതെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണോ? ഇത് ചൈൽഡിന്റെ അല്ലേ, അപ്പം പേരന്റ് ചൈൽഡ് അല്ലേ? ഏത് പേരന്റും ചൈൽഡും? ഇപ്പം ടി എടുക്കുവാണെങ്കിൽ ആ ടി ലെഫ്റ്റ് സൈഡില് അത് ഫ്ലോട്ടിനെ, അപ്പൊ അതിന്റെ ചൈൽഡിനെ അല്ലേ ഡിപ്പെൻഡ്? സോ ഹിയർ ഇത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഏത് നോഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചൈൽഡ് നോഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹിയർ തിരിച്ചല്ലേ മിസ്സേ വരുന്നത്? ഈ ടി ഡോട്ട് ടൈപ്പ് ഫ്ലോട്ട്, ടൈപ്പ് ഫ്ലോട്ട്, അത് താഴത്തെ അതിന്റെ ഫ്ലോട്ട് എന്നുള്ളതിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മീൻസ് ആരോ താഴോട്ടല്ലേ വരേണ്ടത് മിസ്സേ? ആരോ താഴോട്ടാണോ വരേണ്ടത്? അങ്ങനല്ലേ വരണ്ട? ഇതുവരെയുള്ള പ്രീവിയസ് ഡയഗ്രാം എടുത്ത് നോക്കി, ഫിഗർ എടുത്ത് നോക്കി. പക്ഷെ അതെന്ന് പറയുന്നത് പേരന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോകുന്നോണ്ടല്ലേ? ആണോ? കൺഫ്യൂസ്ഡ് ആയ? നേരത്തെ ഉള്ളതിൽ എന്തായിരുന്നു? ഇ ഡിറൈവ്സ് ഇ പ്ലസ് ടി.
ഹിയർ ഇ എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻസ് ഓൺ ഏതാണ്, ദിസ് ഇ ആൻഡ് ടി ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ വരച്ചത്? ഇതും ഇങ്ങനെയല്ലേ വരച്ചത്? അതെ അതെ. ഓക്കെ. Then listen here, this value depends on ഏത് attribute-നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? L depends on അതിന്റെ സിബ്ലിങ്സ് അതിന്റെ സിബ്ലിംഗ് ആയിട്ട് വരുന്ന T ആണ്. So we can draw dependency like this. Okay. Okay, next. ഇത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? താഴത്തേക്കല്ലേ സാറ് ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടൈപ്പ് ആണ് ഇവിടെയും വരുന്നത്, ഡോട്ട് ഇൻ. ഡോട്ട് ഇൻ ഈക്വൽ ടു ഫ്ലോട്ട് ആണെങ്കിൽ ആ ഡാറ്റ ടൈപ്പിനെയാണ് ഇവിടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡോട്ട് ഫ്ലോട്ട്. Okay, again this is again dependent on this. Okay, this is clear. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ ഇതില്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ലിസൺ നൗ, ഈ ഐ ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻട്രി ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? അതായത് ഫ്ലോട്ട് എ കോമ ബി കോമ സി. ഓക്കെ, സോ അതായത് ഫസ്റ്റ് നമുക്ക് വരുന്നത് ആരാണ്? ഐഡന്റിഫയർ എ ആണ് വരുന്നത്. എ എന്ന് പറയുമ്പോ അതിനെയാണ് ഐഡന്റിഫയർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇറ്റ് ക്രിയേറ്റ്സ് എൻ എൻട്രി. അപ്പം ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ്. ഓക്കെ, അതുപോലെ ഇത് ബി എന്നുള്ള എൻട്രി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഏതാണ്? എൻട്രി ആദ്യം വരും, പിന്നെ ആയിരിക്കും ഈ പറയുന്ന ഡാറ്റ ടൈപ്പ് അതിലേക്ക് ആഡ് ആവുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ? സോ ലിസൺ, ഫസ്റ്റ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഫ്ലോട്ട് എ കോമ ബി കോമ സി എന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന എന്താണ്? ഐഡന്റിഫയർ ആണ് വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ഐഡന്റിഫയർ വരുമ്പോൾ തന്നെ എന്താണ്? ഇറ്റ് ക്രിയേറ്റ്സ് എൻ എൻട്രി ഇൻ ദ സിമ്പിൾ ടേബിൾ ആണ്. അപ്പം ഫസ്റ്റ് തന്നെ ആ സിമ്പിൾ ടേബിളിൽ ഒരു എൻട്രി ക്രിയേറ്റ് ആവും. ഓക്കെ, ദെൻ അതിന്റെ ഡാറ്റ ടൈപ്പ് വരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ആ ഡാറ്റ ടൈപ്പും കൂടി ആഡ് ചെയ്യും. ഓക്കെ, സോ ആ എൻട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ് ആഡ് ആവുന്നത്. ഫസ്റ്റ് ഇറ്റ് ക്രിയേറ്റ്സ് എൻ എൻട്രി ദെയർ, then only it needs to append എന്താണ്? The data type of that particular variable. Okay, so അപ്പം ഇത് ഈ ഐ ഡി എന്ന് പറയുന്നത് which depends on ഏതാണ്? Sorry, L which depends on this ID. Okay, this L depends on ID. Okay, clear ആണോ? ഇല്ല? അതെ അതെ. ഓക്കെ, നൗ അപ്പം എല്ലാ കേസസിലും ഇത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഐ ഡി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? അതിന്റെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ ലിസൺ, ഇതില് എപ്പോഴും നമുക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ ഡിപ്പെൻഡൻസി ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദി ഇവാലുവേഷൻ ഓർഡർ. ഓക്കെ, ദ ഓർഡർ ഓഫ് ഇവാലുവേഷൻ. Evaluation order. So once after determining the dependencies between the attributes, we need to form the evaluation order. ഈ evaluation order എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, if an attribute depends on another attribute ആണെങ്കിൽ ആദ്യം നമ്മൾ ഏതിനെ സോൾവ് ചെയ്യണം? ഏത് ആട്രിബ്യൂട്ടിയാണോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെ സോൾവ് ചെയ്തിട്ട് വേണം മറ്റതിലേക്ക് വരാൻ. Is it clear? So if there is a edge between m to n ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? n depends on m ആണ്. If there is an
എഡ്ജ് അല്ലെങ്കിൽ എന്താണ് എഡ്ജിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഫ് ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ എം ടു എൻ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? എൻ ഡിപ്പെൻഡ്സ് ഓൺ എം ആണ്, അല്ലെ? അതെ. എൻ ഡിപ്പെൻഡ്സ് ഓൺ എം ആണ്. സോ എന്നിനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു ഇവാലുവേറ്റ് എം. ഓക്കെ, വൺസ് ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് എം ഓൺലി വി ക്യാൻ ഇവാലുവേറ്റ് എന്താണ് എന്നിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിപ്പെൻഡൻസീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡിറ്റർമൈൻ എന്താണ് ദി ഇവാലുവേഷൻ ഓർഡർ. ഓർഡർ ഓഫ് ഇവാലുവേഷൻ നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായി. ഓക്കെ, ദിസ് ഓർഡറിങ് ഇങ്ങനെ ഓർഡർ ആയിട്ട് നമ്മൾ എഴുതുന്നതിനെയാണ് ടോപ്പോളജിക്കൽ സോർട്ട് ഓഫ് എ ഗ്രാഫ്. ഇത് നിങ്ങൾ ഡി എയിലൊക്കെ പഠിച്ചിട്ടില്ലേ ടോപ്പോളജിക്കൽ സോർട്ടിങ്? DFS-ല് DFS പഠിച്ചു. ഓക്കെ, അതായത് DFS-ൽ അങ്ങനെയല്ലേ പഠിക്കുന്നത്? ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യണം, നെക്സ്റ്റ് ഏതാ ചെയ്യേണ്ടത്, ആ പ്രോസസ്. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ്. ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമൈൻ എന്താണ് ദി ഡിപ്പെൻഡൻസി ഗ്രാഫ്. So from the dependency graph, we can able to know which attribute depends on which attributes. Okay, so from the dependency graph, we need to write the evaluation order. So evaluation order states endana state cheynathu, if there is a link between m to n anengil, or if there is an edge which exists between m to n anengil, first we need to evaluate m, then n. Okay, first m-നെ ഇവാലുവേറ്റ് ചെയ്യുക, then we need to evaluate n, which means എന്താണ് n depends on m ആണ്. അപ്പം ഏതിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ആട്രിബ്യൂട്ടിനെ ആദ്യം സോൾവ് ചെയ്യുക, then we need to go for the other next attribute. Okay, ഇതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ സോൾവ് ചെയ്യിക്കണം. Okay, so here evaluation order, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിന് ഇവാലുവേഷൻ ഓർഡറിന് വലിയ പ്രശ്നമില്ല. റീസൺ എന്താണ്? നമുക്ക് ബോട്ടം ടു ടോപ്പ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ താഴെ ഇവാലുവേഷൻ ഓർഡർ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ബട്ട് ഇവാലുവേഷൻ ഓർഡർ ഏതില്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണം. സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇവാലുവേഷൻ ഓർഡർ ഷുഡ് ബി മെൻഷൻ. ഓക്കെ, സോ വൺ മോർ പോയിന്റ് ടു ബി ആഡഡ് ഇസ് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ ഇഫ് യു ഹാവ് സൈക്കിൾസ് ആണെങ്കിൽ then no topological sorting exists. Okay, if there is a cycle ആണെങ്കിൽ then no topological sorting is done. Okay, അപ്പം ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഹിയർ വി നീഡ് ടു നമ്പർ ദ സ്റ്റെപ്സ്. ഏതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഏതാ സെക്കൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ നമ്പർ നമ്മൾ കൊടുക്കുക. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു എന്താണ് ഇന്ന് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും ഫസ്റ്റ് നടക്കുന്നത്. അവിടെ ഫസ്റ്റ് ഒരു എൻട്രി ആയിരിക്കും അവിടെ ക്രിയേറ്റ് ആവുന്നത്, 2 and 3. ഓക്കെ, ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്ന എന്താണ്? ഇവാലുവേഷൻ ഓർഡർ ആണേ. ഓക്കെ, സോ ഫസ്റ്റ് ഇറ്റ് ക്രിയേറ്റ്സ് എൻ എൻട്രി. ദെൻ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? വാട്ട്സ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് Next step, what's the next step? Next step എന്താണ്? ഡാറ്റ ടൈപ്പിനെ അപ്പൻഡ് ചെയ്യുന്നതാണ്. യെസ്, ഡാറ്റ ടൈപ്പിനെ അപ്പൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതിനെ ഞാൻ ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ട് മാർക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇത് എന്റെ ഫോർത്ത് സ്റ്റെപ്പ് ആണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ഫിഫ്ത്ത് സ്റ്റെപ്പ്, സോ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വാല്യൂവിനെയാണ് എവിടേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്? ഇവിടേക്ക് പാസ് ചെയ്യുന്നത്, അല്ലെ? അല്ലെ? ഓക്കെ, ഓക്കെ, സോ ദിസ് ഇസ് അവർ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഓക്കെ, സോ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇതിന്റെ
ഇതിന്റെ ഡാറ്റ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അതിനെ നമുക്ക് ഏതിലോട്ട് അപ്പൻഡ് ചെയ്യാം? നമ്മുടെ സിമ്പിൾ ടേബിളിലോട്ട് ആഡ് ചെയ്യാം. സോ ദിസ് ഇസ് അവർ 6th സ്റ്റെപ്പ്. ഓക്കെ, 7th സ്റ്റെപ്പ് എന്താണ്? ഇതിന്റെ വാല്യൂ ഇവിടേക്ക് പാസ് ചെയ്യാം. സോ ദിസ് ഇസ് അവർ 7th സ്റ്റെപ്പ്. ഓക്കെ, സോ 8th സ്റ്റെപ്പ് എന്താണ്? ഈ വാല്യൂവിനെ എവിടേക്ക് അപ്പൻഡ് ചെയ്യുക? ഇതിന്റെ ഡാറ്റ ടൈപ്പ് അപ്പൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ 9th സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂ ആണ് ഇവിടേക്ക് പാസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അവർ 9th സ്റ്റെപ്പ്. ഓക്കെ, സോ നൗ ഇതിനെ നമ്മുടെ ഏതിലോട്ട് അപ്പൻഡ് ചെയ്യുക? നമ്മുടെ സിമ്പിൾ ടേബിളിലോട്ട് അപ്പൻഡ് ചെയ്യുക. സോ സിമ്പിൾ ടേബിളിലോട്ട് അപ്പൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഗ്രാഫില്. ഇറ്റ് ഇസ് മാർക്ക് ലൈക്ക് ദിസ്. എന്താണ് ഇങ്ങനെ 6th സ്റ്റെപ്പിന് ഇങ്ങനെയാ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ 7 to 8. Then this is marked like this, 9 to 10. Okay, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയാമോ? ലിസൺ, ഇത് ഞാൻ ഒരു സ്റ്റെപ്പായിട്ട് എഴുതി പറഞ്ഞാൽ മതിയോ? അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എഴുതാൻ വായിക്കണ്ടേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സോ ഐ ക്യാൻ അസൈൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐ നീഡ് ടു ക്രിയേറ്റ് എൻ എൻട്രി. സോ A1 is equal to ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിനെ ഐ ഹവ് അസൈൻ ടു എൻ വേരിയബിൾ. A1 is equal to നമ്മുടെ പ്രൊഡക്ഷനിൽ എൻഡർ ടൈപ്പ് അല്ലേ? എൻഡർ ടൈപ്പ് ഈ A1 നമ്മുടെ ബുക്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മുടെ അസംഷന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? A1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? അതിനൊരു ഐഡന്റിഫയർ ID1 ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. A1, A2 and A3 which creates an entry in the simple table. Okay, entry for ID1, entry type for ID2, enter type for ID3. Okay. Okay. Now listen. Fourth step എന്താണ്? T dot type is equal to float ആണ് അല്ലെ? ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഇതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ വാല്യൂ ഫ്ലോട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഫോർത്ത് സ്റ്റെപ്പ് ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് A4 is equal to float. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? അതിനുള്ള ഡാറ്റ ടൈപ്പിനെ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുവരെയുള്ളത് മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ഐഡിന്ന് വാങ്ങിക്കുന്നതല്ല. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതെ, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ വേരിയബിൾ ഇതിനെ ഫോർത്ത് സ്റ്റെപ്പിനെ ഞാൻ A4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ ഫ്ലോട്ട് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റ ടൈപ്പ് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതിനെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി A4. ഓക്കെ, ഇങ്ങനെ എഴുതിക്കോ. എൻട്രി ഫോർ ID1, വേരിയബിളിന്റെ ബ്രാക്കറ്റിൽ ഇട്ടോ A, B and C. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് എന്താണോ അത് തന്നെ ഈ സ്റ്റെപ്പിലും അസൈൻ ആവുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് A4 വാല്യൂ തന്നെയാണ് A5 വരുന്നത്. ഓക്കെ, സോ ഐ ക്യാൻ മാർക്ക് ദിസ് ആസ് A4. ക്ലിയർ ആയോ? ഇല്ല?
ഈ സ്റ്റെപ്പിനെ തന്നെ ഒരു വേരിയബിൾ വെച്ച് അസൈൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? A5 വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ആ സ്റ്റെപ്പ്. ബട്ട് നമുക്ക് എന്താണ് ആ വാല്യൂ ഇങ്ങനെയാ പാസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടുത്തെ ഫ്ലോട്ട് എന്നുള്ള വാല്യൂ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ ഓക്കെ ആണോ? അപ്പം ഇനി 6th സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ആഡ് എൻട്രി ടൈപ്പിനെ വീണ്ടും കോൾ ചെയ്യുക. കോൾ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ID3യുടെ വാല്യൂവിനെ എന്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു? അതിന്റെ ടൈപ്പ് ഫ്ലോട്ട് ആയിട്ട് സെറ്റ് ചെയ്യാണ്. Okay, so 6th step is given as A6 is equal to enter type എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക. കോൾ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂസ് എന്തൊക്കെയാ കൊടുക്കുന്നത്? ID3.entry ID3.entry ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ? ID3.entry ഇത് നമ്മുടെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് ID3, entry and which is also set as എന്താണ്? അതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ഫ്ലോട്ട് ആയിരിക്കണം. ആ ഫ്ലോട്ട് എന്നുള്ള വാല്യൂ ആണ് 5th സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് as A5. Is it clear? ക്ലിയർ ആണോ ഇല്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയോ? അത് റിപ്പീറ്റ് ചെയ്യണോ? ആദ്യം നമ്മൾ ഈ കുറെ സ്റ്റെപ്പ് ഇടത്തില്ലേ ട്രീക്കകത്ത്, അതിപ്പം ഓർഡർ എങ്ങനെയാ മനസ്സിലാവുന്നത്? ഇവിടെ 6th സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 4th സ്റ്റെപ്പില് ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ വരുന്നത് 4th സ്റ്റെപ്പില്. ഓക്കെ, 5th സ്റ്റെപ്പിൽ എന്താണ്? ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് ആണ് സിബ്ലിങ്സിലോട്ട് പാസ് ചെയ്യുന്നത് 5th സ്റ്റെപ്പില്. അതാണ് A5 is equal to A4 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. 6th സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? സിമ്പിൾ ടേബിളില് ഓൾറെഡി ഒരു എൻട്രി മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? ഇപ്പൊ നമുക്ക് കിട്ടിയ ഡാറ്റ ടൈപ്പിനെ ആഡ് ചെയ്യാം. വേറൊന്നുമില്ല, ദാറ്റ് ഈസ് ഫ്ലോട്ട് A,B,C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ടേബിളിൽ എങ്ങനെ സ്റ്റോർ ആവണം? ഫ്ലോട്ട് A, ഫ്ലോട്ട് B, ഫ്ലോട്ട് C. ഓരോ ഐഡന്റിഫയറിന്റെയും ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ഫ്ലോട്ട് ആയിരിക്കണം. സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഓരോ ഐഡന്റിഫയറിനും ഓരോ എൻട്രി ആണുള്ളത്. ഒറ്റയടിക്ക് നമുക്ക് സെറ്റ് ഓഫ് ഐഡന്റിഫയേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, is it clear? എപ്പോഴും കിട്ടിയില്ല, ക്ലിയർ ആവുന്നില്ല. എടാ ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് വെച്ചോ, ഫ്ലോട്ട് A,B,C ഉണ്ടെന്ന് വെച്ചോ. സോ ഇതില് ഈ ഓരോ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഫ്ലോട്ട് ആണ്. സോ ഓരോ വേരിയബിളും സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പും കൂടിയായിട്ട് വേണം നമുക്ക് സ്റ്റോർ ചെയ്യാൻ, അല്ലേ? അല്ലേ? അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഡിപ്പെൻഡൻസി ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഓർഡർ ഓഫ് ഇവാലുവേഷൻ മെൻഷൻ ചെയ്യാണ്. സോ ഓർഡർ ഓഫ് ഇവാലുവേഷൻ ഒരു എന്താണ്? ഈ സ്റ്റെപ്സിനെ തന്നെ ഒരു ഇക്വേഷൻ, അതായത് ഒരു വേരിയബിൾ ഇട്ട് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? A4 is equal to ഫ്ലോട്ട്, അതായത് ഈ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ചൈൽഡ് നോഡിൽ നിന്ന് നമുക്ക് കിട്ടി, അതാണ് ഫ്ലോട്ട് എന്നുള്ളത്. ഓക്കെ, സോ 5th സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഹിയർ വി ആർ പാസിംഗ് എന്താണ്? ടി എന്ന് പറയുന്ന ഇതിലുള്ള ആട്രിബ്യൂട്ട് വാല്യൂ ആണ് എല്ലിന്റെ ആട്രിബ്യൂട്ട്, എല്ലിലേക്ക് പാസ് ചെയ്യണം. സോറി, ടിയുടെ വാല്യൂ ആണ് എവിടേക്ക് പാസ് ചെയ്യുന്നത്? എല്ലിലേക്കും പാസ് ചെയ്യണം. ഓക്കെ, സോ അപ്പം A5 is equal to A4. ഓക്കെ ആണോ? സോ ട്രീ എപ്പോഴും നമുക്ക് ടോപ്പ് ഡൗൺ ആയിട്ട് വേണം ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പം ഇത് 4th കഴിഞ്ഞാൽ 5th ഇവാലുവേറ്റ് ചെയ്തു, 5th കഴിഞ്ഞാൽ 6th എന്താ ചെയ്യുന്നത്? ഹിയർ വി ആർ ക്രിയേറ്റിംഗ്. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യുമെന്നാ പറഞ്ഞത്. ബട്ട് ഫസ്റ്റ് തന്നെ ABC റീഡ് ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എൻ എൻട്രി. ബട്ട് വൺസ് എന്താണ് അതിന്റെ ഡാറ്റ ടൈപ്പ് വരുമ്പോൾ അതും കൂടി അപ്പൻഡ് ചെയ്യുക. അപ്പം A6 എന്ന് പറയുന്ന ഈ സ്റ്റെപ്പിൽ ഹിയർ വി ആർ അപ്പൻഡിങ് ദി ഡാറ്റ ടൈപ്പ് ഓഫ് ID3. Is it clear?
ക്ലിയർ ആണോ? ഇല്ലേ? ഇല്ല. മനസ്സിലായി. ജോസ് പക്ഷെ ഈ 6th സ്റ്റെപ്പിൽ തന്നെ 2 നടക്കുന്നില്ലേ? ID6 ഈ എന്ത് 2 സ്റ്റെപ്പാണ് നടക്കുന്നത്? ഈ ഒരെണ്ണം ഡേറ്റ ടൈപ്പ് വാങ്ങിക്കുന്നുണ്ട്, പിന്നെ ഈ 5th വാല്യൂ 6th കൊണ്ടുപോകത്തില്ല. അത് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാം. അതാണ് നമ്പർ ഇട്ടിട്ടുള്ളത്. ഇത് 5ഉം ഇത് 6ഉം ഇത് 7ഉം ആണ്. ഓക്കെ. അപ്പൊ ഇനി A7 എന്തായിരിക്കും സംഭവിക്കുക നോക്ക്. A7 ഈ A7 എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് എന്താണ് 7th സ്റ്റെപ്പാന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. 7th സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഇതൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. A7 ഈസ് ഈക്വൽ ടു 7th സ്റ്റെപ്പിൽ ഒന്നുമില്ല, 5th സ്റ്റെപ്പിൽ അതിന്റെ ടൈപ്പ് കിട്ടിയിട്ടുണ്ട്, അത് തന്നെ 7th സ്റ്റെപ്പിലേക്ക് പാസ് ചെയ്യാം. 7 ഈസ് ഈക്വൽ ടു 5 എഴുതുന്ന പകരമാണ് ഇവിടെ ഒരു വേരിയബിൾ ഇട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പം A7 ഈസ് ഈക്വൽ ടു എന്താണ്? A5 വാല്യൂ. A5 വാല്യൂ. അപ്പം A5 ഫ്ലോട്ട് ആണെങ്കിൽ A7 എന്തായിരിക്കും? ഫ്ലോട്ട് ആയിരിക്കും, അത്രേ ഉള്ളൂ. A7 ഫ്ലോട്ട് ആണെങ്കിൽ A5 ഫ്ലോട്ട് ആണെങ്കിൽ A7 ഫ്ലോട്ട് ആയിരിക്കും. ഓക്കെ, നൗ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഓൾറെഡി അതിനൊരു എൻട്രി ഉണ്ട്, ആ എൻട്രിയിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. സോ A8 ഇസ് ഈക്വൽ ടു എൻറ്റർ ടൈപ്പ് എൻട്രി ടൈപ്പ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക വിത്ത് ID2.entry കോമ എന്താ വരിക? കോമ അതിന്റെ ടൈപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് അല്ലേ? ഫ്ലോട്ട് ആണ്. അത് ഏത് വേരിയബിൾ ആണ് ഉള്ളത്? 2 ആണോ? ടൈപ്പ് പ്രീവിയസ് സ്റ്റെപ്പിലല്ലേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? പക്ഷെ അതെനിക്ക് മനസ്സിലായില്ല. A7 ഉള്ളത്. അഞ്ജലി മിസ്സേ, മനസ്സിലായത്? മിസ്സേ മനസ്സിലായി. അപ്പൊ ഇത് എവിടെയാ ഉള്ളതെന്ന് പറ. എൻട്രി ടൈപ്പ് ID2.entry കോമ A7. അർജുൻ ഹലോ മിസ്. ക്ലിയർ ആയത്? മനസ്സിലായി. വേറൊന്നുമല്ലടാ, 8th സ്റ്റെപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് 7th സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കണം. 7th സ്റ്റെപ്പിൽ എന്താണ് വാല്യൂ? 7th സ്റ്റെപ്പിൽ എനിക്ക് വാല്യൂ എവിടെ നിന്നാണ് കിട്ടുന്നത്? 5th സ്റ്റെപ്പിൽ നിന്നാണ് കിട്ടുന്നത്. 5th സ്റ്റെപ്പിന്റെ ഫ്ലോട്ട് ആണ് എനിക്ക് 7th സ്റ്റെപ്പിൽ കിട്ടുന്നത്. ദെൻ 7th സ്റ്റെപ്പിൽ ഇത് 7th കംപ്ലീറ്റ് ചെയ്താലേ എനിക്ക് 8th കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റീസൺ ഈ നോഡ് എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഈ നോഡാണ്. പ്രീവിയസ് നോഡിനെ. പ്രീവിയസ് നോഡിനെ. ഓക്കെ, ഇനി നോക്ക് 9th സ്റ്റെപ്പിൽ എന്തായിരിക്കും അപ്പൊ സംഭവിക്കുക? 9th സ്റ്റെപ്പില് സോ ഇതില് ഈ ഇവാലുവേഷൻ ഓർഡറിൽ രണ്ടും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഓർഡർ ഓഫ് അതായത് ഏത് നോഡാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് വാല്യൂ പാസ് ചെയ്യുന്നതുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, സോ A9 എന്തായിരിക്കും സംഭവിക്കുക? ഇറ്റ് ഗെറ്റ്സ് എ വാല്യൂ ഫ്രം വിച്ച് നോഡ്? 7th സ്റ്റെപ്പിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. 7th സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ഏത് വാല്യൂ? ഈ L.in വാല്യൂ, അതായത് അതിന്റെ പേരന്റ് നോഡിന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ A9 ഇസ് ഈക്വൽ ടു എന്താണ്? A7 അല്ലേ? അപ്പൊ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? A10. A10 എന്താണ്?
A9 വാല്യൂ ഇല്ല. A9 വാല്യൂ ആണോ? ടെൻത്ത് വാല്യൂ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ടേബിളിലേക്ക് ആ എൻട്രി ക്രിയേറ്റ് ചെയ്യുക വിത്ത് ദാറ്റ് ഡാറ്റ ടൈപ്പ്. സോ വി ക്യാൻ റൈറ്റ് എന്താണ് എൻട്രി ടൈപ്പ് ID1 dot entry comma A9. Is it clear? ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയാം. ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ഇറ്റ് ഇസ് 10 എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐഡന്റിഫയറിൽ ഒരു എൻട്രി ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ID1.entry കോമ അതിന്റെ ഡാറ്റ ടൈപ്പ് മാറ്റുക. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? A9 ഡാറ്റ, A9 വേരിയബിളിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഒരു വെച്ച് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. ദാറ്റ് ഇസ് A7 is equal to A5 പകരം ഇറ്റ് ഇസ് ഫ്ലോട്ട്. ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവോ? മനസ്സിലായി. ആ ഫ്ലോട്ട് ആയിരിക്കും A5 ഉദ്ദേശിക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുവാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഈച്ച് ആൻഡ് എവറി ഐഡന്റിഫയർ ഇസ് ഓഫ് ടൈപ്പ് ഫ്ലോട്ട് ആണ്. ഓക്കെ, സോ ഹിയർ വി നീഡ് ടു മെൻഷൻ എന്താണ് ദി ഇവാലുവേഷൻ ഓർഡർ. ഇവാലുവേഷൻ ഓർഡർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഇവിടെ ഈ ഡയഗ്രാം ഒക്കെ അവിടെ നിന്നോട്ടെ. ഇവാലുവേഷൻ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് ആദ്യം വരച്ചു. സോ ഒരു ആട്രിബ്യൂട്ടിന് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് M ഡിപ്പെൻഡ്സ് ഓൺ N ആണെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു ഇവാലുവേറ്റ് M then N. ഓക്കെ, അതിന്റെ ഒരു ഓർഡർ ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 1 2 3 എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഏത് ഓർഡറിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ ആണോ? ഒരു ഡിപ്പെൻഡൻസി ഗ്രാഫ് ആവുമ്പോൾ ഇറ്റ് മേ ഹാവ് synthesized as well as inherited attribute. So we must know which attribute is to be evaluated first. Okay, so ഒരു particular statements evaluate ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? ഏത് ഓർഡറിൽ ഇവാലുവേറ്റ് ചെയ്യണം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഈ ഇവാലുവേഷൻ ഓർഡർ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ആദ്യമേ പെർഫോം ചെയ്ത് കമ്പൈൽ ടൈമിൽ തന്നെ ഇവാലുവേഷൻ ഓർഡർ സ്പെസിഫൈ ചെയ്യാം. ഓർ വി ക്യാൻ യൂസ് സം സ്പെഷ്യലൈസ്ഡ് ടൂൾ ടു ഡിറ്റർമൈൻ എന്താണ് ദി ഇവാലുവേഷൻ ഓർഡർ. ഓക്കെ, സോ അതർവൈസ് എന്താണ് അതർ മെത്തേഡ് എന്ന് പറയുന്നത്? ജസ്റ്റ് റാൻഡം ആയിട്ട് പ്രൊഡക്ഷൻസ് സോൾവ് ചെയ്ത് പോവുക, അങ്ങനെ തന്നെ ഇവാലുവേഷൻ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇവാലുവേഷൻ ഓർഡർ അങ്ങനെ സ്പെസിഫൈ ചെയ്യാണ്ട് എങ്ങനെയാണോ നമ്മുടെ പ്രൊഡക്ഷൻ ഉള്ളത് ആ ഓർഡറിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് ഇവാലുവേഷൻ ഓർഡർ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ക്ലിയർ? ടോപ്പോളജിക്കൽ evaluation order as well as എന്താണ് ഡിപെൻഡൻസി ഗ്രാഫ്. ഓക്കെ, സോ നോർമലി എന്താണ് സെമാന്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഹിയർ വി ഹാവ് എ പ്രൊഡക്ഷൻ along with the semantic rules. So semantic rules സ്പെസിഫൈ ചെയ്യാൻ we can use syntax directed translation. So syntax directed translation ൽ തന്നെ syntax directed definition is there as well as translation scheme is there. Syntax directed definition എന്ന് പറയുമ്പോൾ it must be a high level specification without specifying the order of evaluation. ഈ പറയുന്ന ഓർഡർ ഓഫ് ഇവാലുവേഷൻ സ്പെസിഫൈ ചെയ്യത്തില്ല. ഓക്കെ, ബട്ട് ട്രാൻസ്ലേഷൻ സ്കീം, അത് ട്രാൻസ്ലേഷൻ സ്കീം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രാൻസ്ലേഷൻ സ്കീമിൽ ഓർഡർ ഓഫ് ഇവാലുവേഷൻ ഇസ് ടു ബി മെൻഷൻ. അതായത് ആ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഏത് ടൈമിൽ പ്രിന്റ് ചെയ്യണം, അത് നോർമലി ഒരു ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷനിൽ വരും. അപ്പൊ അതിൽ ആ കൺവേർട്ട് ചെയ്യുന്ന ഒപ്പം തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഓർഡർ ഓഫ് ഇവാലുവേഷൻ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ തന്നിട്ടുള്ള ഗ്രാമറിൽ ഓർഡർ ഓഫ് ഇവാലുവേഷൻ സ്പെസിഫൈഡ് അല്ല. ഓക്കെ, അത് സ്പെസിഫൈ ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു കൺസ്ട്രക്ട് എന്താണ് ഡിപെൻഡൻസി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ ആ ഒരു ഓർഡറിൽ തന്നെയാണ് നമ്മുടെ എന്ത് നമ്മൾ എഴുതിയിട്ടുള്ളത്, പ്രൊഡക്ഷൻസും അതിന്റെ റൂളും നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ 2 ടൈപ്പ് ഓഫ് ഇംപ്ലിമെന്റേഷൻ ആണ് ഡിപെൻഡൻസി ഗ്രാഫ് ആൻഡ് ഇവാലുവേഷൻ ഓർഡർ. സോ ഡിപെൻഡൻസി ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ് അനോട്ടേറ്റഡ് പാസ് ട്രീയിൽ വാല്യൂ ആയിരിക്കും പാസ് ചെയ്യുക. ഓരോ നോഡിന്റെ വാല്യൂസ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. വയറസ് ഡിപെൻഡൻസി ഗ്രാഫ് റെപ്രസെന്റ്സ് എന്താണ് ദി റിലേഷൻസ് ബിറ്റ്വീൻ ദി ആട്രിബ്യൂട്ട്സ്. ഓക്കെ, സോ
one attribute is related to another ആണെങ്കിൽ, that is B, C depends on B ആണെങ്കിൽ, there is a link created from B to C. Okay, so അങ്ങനെയായിരിക്കും ഡിപെൻഡൻസി ഗ്രാഫ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. So from the dependency graph, we can identify the evaluation order, which is to be executed first, followed by next ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. So in a ഗ്രാഫിൽ if you have എന്താണ് സൈക്കിൾസ് ആണെങ്കിൽ ഒരിക്കലും എന്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, ടോപ്പോളജിക്കൽ അതായത് ഇവാലുവേഷൻ ഓർഡർ സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഈ ലീനിയർ വേയിൽ ഇന്ന രീതിയിലാണ് സ്റ്റെപ്സ് എന്നുള്ളത് പറയുന്നതിനെയാണ് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് നോക്കുന്നു. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇസ് ഇറ്റ് ക്ലിയർ? ടോപ്പിക് മനസ്സിലായോ നിങ്ങൾക്ക്? ടോപ്പിക് മനസ്സിലായോ ഇല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണോ? ഈ ടോപ്പിക്കിന്റെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലാണ് നോക്കാം. ആദിൽ, അഭിജിത്ത്, അക്ഷര, അഞ്ജലി, Present, Miss. അഞ്ജു, ആൻറ്റോ, Present, Miss. Present, Miss. അപർണ, അപർണ പ്രതാപ്, അരവിന്ദ്, ആരും, Present, Miss. അർജുൻ, ബിച്ചു, ഉണ്ട്. ബിച്ചു, Present, Miss. ജീവൻ, ജോസ്വിൻ, Present, Miss. കൃഷ്ണരാജ്, Present, Miss. മാധവ്, Present, Miss. മറിയ, Present, Miss. മെർലിൻ, Present, Miss. റുബിൻ, ഹാഫിസ് ഇല്ല, റുബിൻ, Present, Miss. നജ്മ, നൗറിൻ. Present, Miss. നജ്മ എവിടെയായിരുന്നു നേരത്തെ വിളിച്ചപ്പോ? പാർവതി, ഓക്കെ. Present, Miss. Present, Miss. സാന്ദ്ര, ശ്രീപ്രസാദ്, Present, Miss. ശ്രുതി, വിഷ്ണുപ്രിയ, Present, Miss. അജീന, Present, Miss. അഖിൽ, Present, Miss. ജോസ്മി. Present, Miss. So absent is Sandra, Hafiz, Aravind, Aparna Pratap. Miss, ഞാനുണ്ട്. ഉണ്ടാ. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു.